ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു തീയലുണ്ടാക്കാം. കശുവണ്ടി വെച്ചിട്ടൊരു തീയൽ. പണ്ടൊക്കെ പച്ചക്കശുവണ്ടി മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് പൊളന്ന് അതിൻ്റെ പരിപ്പെടുത്ത് നമുക്ക് തീയലൊക്കെ വെക്കുമായിരുന്നു. അമ്മയൊക്കെ പണ്ട് വെച്ച് തരുമായിരുന്നു. അപ്പോൾ അതിപ്പം പച്ചക്കശുവണ്ടി കിട്ടാനില്ല. അപ്പം നമുക്ക് ഉണക്ക കശുവണ്ടി വെച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. ആദ്യം ഒരു 10-15 കശുവണ്ടി എടുത്ത് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പം നന്നായിട്ട് കുതും. അത് കഴിയുമ്പോൾ അത് നോക്കിയാൽ ശരിക്കും പച്ച കശുവണ്ടി നമ്മൾ പുളർന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ചെറിയ ഉള്ളി, കുറച്ചേറെ ചെറിയ ഉള്ളി ഇട്ട് അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. അതിനിടയ്ക്ക് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് തേങ്ങയും കൂടെ ഒരടുപ്പിൽ വറുക്കാൻ വയ്ക്കാം. തേങ്ങയും 2-3 കൊച്ചുള്ളിയും ആദ്യം ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറക്കുക. എണ്ണയില്ലേലും കുഴപ്പമില്ല, വെറുതെ വറുത്താലും മതി. പിന്നെ ഒരു കൊഴുപ്പിന് വേണ്ടി ഒരല്പം തോരൻപരിപ്പ്, ഒരു നുള്ളു തോരൻപരിപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക. ഒത്തിരി കരിഞ്ഞ ഡാർക്കായി പോരുത്, കരി ചോയ്ക്കും. നമ്മൾ എന്നാൽ പച്ച കിടക്കുകയും ചെയ്യരുത്. വെളുത്തിരിക്കും തീയൽ. ഈ പരുവത്തിന് കണ്ടില്ലേ? അത് മിക്സിയിൽ പൊടിച്ച് വയ്ക്കുക. പിന്നെ ആ ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി അധികം വേണ്ട, കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നതാണ്. അതൊരല്പം മതി. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ, വറുത്തരച്ച്. എന്നിട്ട് അതും കൂടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ആ തേങ്ങ കൂട്ട് പൊടിച്ചത് ചേർക്കുക. ചിലരങ്ങ് വെണ്ണ പോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കും. അപ്പോൾ തേങ്ങയുടെ എണ്ണ കൊണ്ടങ്ങ് അരഞ്ഞ് ലേഹ്യം പോലെ ഇങ്ങനെ ആവും. ഞാൻ ജസ്റ്റ് പൊടിച്ചതേ ഉള്ളൂ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുക. നല്ല തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം അതും കൂടെ ഒഴിച്ച് കറി നന്നായിട്ട് തിളച്ച് കശുവണ്ടി പരിപ്പൊക്കെ ഒന്ന് വേവണം. ഉള്ളി പിന്നെ വഴന്നതായതുകൊണ്ട് അധികം വേവില്ല. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും വേവും. പിന്നെ നമുക്ക് നോക്കണം തീയലിൻ്റെ പരുവം. തീയലിങ്ങനെ സാമ്പാർ പോലെ ഒഴുകാനും പാടില്ല, എന്നാൽ കുഴ പോലെ കട്ടയായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു ഇടപ്പരുവം അച്ഛനൊക്കെ പറയും, അങ്ങനെ ഇരിക്കണം തീയൽ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പരുവം. അങ്ങനെ ആക്കി വാങ്ങി വയ്ക്കുക. അപ്പോൾ തീയൽ റെഡിയായി കഴിഞ്ഞു. നല്ല കശുവണ്ടിപ്പരിപ്പിട്ട തീയൽ. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ദോശയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.